നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പെൻഷനുമായി ബന്ധപ്പെട്ട വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. നിലവിലിപ്പോൾ 1600 രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പെൻഷൻ മുടങ്ങിയ ആളുകൾ, അല്ലെങ്കിൽ പെൻഷൻ ഇപ്പോൾ പുതിയ അപേക്ഷിക്കാൻ കാത്തിരുന്ന അല്ലെങ്കിൽ അപേക്ഷിച്ച ആളുകൾ എന്നിവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, പല ആളുകളും പഴയ വീഡിയോസുകൾ കണ്ട് ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലില്ല, ഞങ്ങൾ അറിഞ്ഞില്ല, അങ്ങനെ പല കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ പറയാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ കാണുന്ന ചിലപ്പോൾ പഴയ വീഡിയോസുകളായിരിക്കാം. ഏറ്റവും പുതിയ അറിയിപ്പോൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു ഓഡിറ്റ് നടത്തപ്പെടുമെന്ന് സർക്കാർ മുൻകൂട്ടി തന്നെ പറഞ്ഞതായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പല പഞ്ചായത്തുകളിലും ഓഡിറ്റ് പൂർത്തിയായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പല ആളുകൾക്കും പെൻഷൻ മുടങ്ങിയത്. വർഷങ്ങളോളമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന പെൻഷൻ മുടങ്ങിയിട്ട് പല ആളുകൾക്കും എന്താണ് കാരണമെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പെൻഷൻ ഓഡിറ്റിൽ നിങ്ങൾക്ക് പെൻഷൻ അർഹതയില്ല എന്ന് കണ്ടെത്തിയത് കൊണ്ടാണ് പല ആളുകൾക്കും പെൻഷൻ മുടങ്ങിയത്. പെൻഷൻ ഓഡിറ്റിൽ നിന്ന് വരുന്നതിന് മുമ്പായി തന്നെ ഉദ്യോഗസ്ഥർ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ അന്വേഷണം നടത്താം, അല്ലെങ്കിൽ വാർഡ് മെമ്പർ മുഖേന അന്വേഷണം നടത്താം. അതിനു മുമ്പായി തന്നെ പല പേപ്പറും നമ്മൾ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ അവർ വരുന്ന സമയത്ത് നമുക്കത് ഉപകാരപ്പെട്ടേക്കാം. നമ്മുടെ വീട് ഒരു വലിയ വീടായി തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് വീടിൻ്റെ അളവ് ലഭിക്കും. അത് 2000 സ്ക്വയർ ഫീറ്റ് താഴെയാണെന്നുള്ള രേഖ നമുക്ക് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അവർ വരുന്ന സമയത്ത് നമുക്ക് ഈ രേഖ കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിൽ മരണ സർട്ടിഫിക്കറ്റ്, മറ്റ് രേഖകൾ റെഡിയാക്കി വെക്കുക. അതുപോലെ തന്നെയാണ് പുനർവിവാഹിതയായിട്ടുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് എല്ലാ വർഷവും നൽകേണ്ട സർട്ടിഫിക്കറ്റാണ്. അത് നൽകാത്ത ആളുകളും അത് റെഡിയാക്കി വെക്കുക. അതുപോലെ തന്നെ വീട്ടിൽ സ്വന്തമായി 2 ഏക്കറിന് മേലെ ഭൂമിയില്ല എന്ന് കാണിക്കുന്ന പഞ്ചായത്ത് വില്ലേജിൽ നിന്ന് ലഭിക്കുന്ന നിയന്ത്രിച്ചതിൻ്റെ കോപ്പിയും കൈവശം വെക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു അന്വേഷണം വരികയാണെങ്കിൽ നമുക്കത് ഉപകാരപ്പെട്ടേക്കാം. അതുപോലെ തന്നെ പെൻഷൻ മുടങ്ങിയിട്ട് പിന്നീട് നമ്മൾ പഞ്ചായത്തിൽ എത്തുകയാണെങ്കിലും ഈ രേഖകൾ ഹാജരാക്കിയാലും നമുക്ക് പിന്നീട് പെൻഷൻ പുനഃസ്ഥാപിക്കും. ഇതിലെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അനർഹമായിട്ട് പെൻഷൻ കൈപ്പറ്റി കഴിഞ്ഞാൽ നമ്മൾ വാങ്ങുന്ന ഓരോ പെൻഷൻ നമ്മൾ വലിയ രൂപത്തിലുള്ള ഫൈനുകൾ തിരിച്ചടയ്ക്കേണ്ടി വരും. പെൻഷന് പുറമെ 18% പലിശ കൂടി നമ്മൾ തിരിച്ചടയ്ക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ വാങ്ങുന്ന ഓരോ പെൻഷനായാലും ശരി, അതല്ല നമ്മൾ വാങ്ങുന്ന മഞ്ഞ, ചുവപ്പ് റേഷൻ കാർഡൊക്കെ ലഭിക്കുന്ന സബ്സിഡി റേഷൻ സാധനങ്ങളായാലും ശരി, ഗവൺമെൻറ് ലഭിക്കുന്ന എന്ത് സേവനങ്ങൾക്കും അതിന് സർക്കാർ ഒരു മാനദണ്ഡം നിശ്ചയിച്ചിട്ടുണ്ടാകും. ആ മാനദണ്ഡം എന്തെല്ലാമാണെന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം മാത്രം അതുപോലെയുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റുക. അല്ലാത്ത പക്ഷം നമ്മൾ വാങ്ങുന്ന ഓരോ കിലോ അരിക്കായാലും ശരി, നമ്മൾ വാങ്ങുന്ന പെൻഷനായാലും ശരി, എന്ത് കാര്യങ്ങൾക്കായാലും നമ്മൾ അത് തിരിച്ചടയ്ക്കേണ്ടി വരും. 18% പലിശ കൂട്ടി തിരിച്ചടയ്ക്കേണ്ടി വരും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.